ദൈവത്തിന്റെ ഒരു പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അവൻ നിങ്ങളെ നയിക്കും എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. യെശയ്യാവ് 58:11 യഹോവ നിങ്ങളെ നിരന്തരം നയിക്കുകയും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ് പോലെയും ആകും. എത്ര കഠിനമായ കൊടുങ്കാറ്റുകൾ ഉണ്ടായാലും, നിങ്ങളുടെ ജീവിതത്തിൽ എത്ര പ്രശ്നങ്ങളോ പോരാട്ടങ്ങളോ ഉണ്ടായാലും കർത്താവ് നിങ്ങളെ നയിക്കും. അവൻ നിങ്ങളെ സ്നേഹത്തോടെയും വിശ്വസ്തയോടെയും അനുദിനം നയിക്കും. വലിയ വരൾച്ചയുടെ സമയങ്ങളിലും നിങ്ങളെ നയിക്കുമെന്ന് അവൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടതിനാൽ നിങ്ങൾ വിഷമിക്കുന്നുണ്ടോ? കടബാധ്യതയാൽ ഭാരപ്പെട്ടിരിക്കുകയാണോ? ഭാവി അനിശ്ചിതത്വത്തിലേക്ക് പോകുന്നു എന്ന് തോന്നുന്നുവോ? നിങ്ങളുടെ കൈ കർത്താവിന്റെ കയ്യിൽ വയ്ക്കുക. അവൻ തീർച്ചയായും നിങ്ങളെ നയിക്കും. അവന്റെ വഴികൾ അത്ഭുതകരമാണ്. ദൈവത്തിന്റെ വഴികൾ മനുഷ്യബുദ്ധിക്ക് അതീതമാണ്. അവൻ വലുതും അഗോചരവുമായ കാര്യങ്ങൾ ചെയ്യുന്നു, എണ്ണമറ്റ അത്ഭുതങ്ങൾ. അവന് മരുഭൂമിയിൽ ഒരു വഴി ഉണ്ടാക്കാൻ കഴിയും. വരണ്ട സ്ഥലങ്ങളിൽ നദികൾ കൊണ്ടുവരും. അസാധ്യമായ സാഹചര്യങ്ങളിലൂടെ നിങ്ങളെ നയിക്കുകയും ചെയ്യും. എന്റെ പിതാവ് പാസ്റ്റർ സാം ജപതുറൈ തന്റെ ഒരു സുഹൃത്തിനെ കുറിച്ച് പലപ്പോഴും പരാമർശിക്കാറുണ്ടായിരുന്നു. ആരെങ്കിലും ഒരു പ്രശ്നത്തെക്കുറിച്ച് അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഒരിക്കലും പ്രശ്നത്തിന് പ്രാധാന്യം നൽകില്ല. പക്ഷേ അദ്ദേഹം പറയും, വിഷമിക്കേണ്ട, കർത്താവ് നിങ്ങളെ നയിക്കും. മരം നട്ടവൻ തീർച്ചയായും അതിനെ നനയ്ക്കുന്നത് പോലെ നിങ്ങളെ സൃഷ്ടിച്ച കർത്താവ് തീർച്ചയായും നിങ്ങളെ നയിക്കുകയും നടത്തുകയും ചെയ്യും. പ്രശ്നങ്ങളാൽ ഞെരുക്കപ്പെടുമ്പോഴും അദ്ദേഹം പ്രതികരിക്കും. 1000 നന്ദി അർപ്പിക്കുക. ദൈവം അത് പരിപാലിക്കും. അദ്ദേഹം തന്നെ കഠിനമായ രോഗത്താൽ നേരിട്ടപ്പോൾ ദൈവം അദ്ദേഹത്തെ സുഖപ്പെടുത്തി. 15 വർഷത്തേക്ക് അദ്ദേഹത്തിന് ആയുസ് നീട്ടി. ദൈവം തന്റെ ജനത്തെ യഥാർത്ഥത്തിൽ നയിക്കുന്നു എന്നതിന്റെ ഒരു വലിയ സാക്ഷ്യമായി അദ്ദേഹത്തിന്റെ ജീവിതം മാറി. ഒരു ക്ലോക്കിന്റെ പെൻഡുലത്തെക്കുറിച്ച് ചിന്തിക്കുക. മിനിറ്റുകൾ, മണിക്കൂറുകൾ, ദിവസങ്ങൾ, മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾക്കായി അതിന്റെ എല്ലാ ചലനങ്ങളും കണക്കാക്കാൻ ശ്രമിച്ചാൽ അത് അമിതമായി മാറും. എന്നാൽ സത്യം ലളിതമാണ്. അതിന് ഒരു സമയം, ഒരു സെക്കൻഡ് മാത്രമേ ശക്തി ആവശ്യമുള്ളൂ. അതുപോലെ മുഴുവൻ ഭാവിയിലേക്കും നിങ്ങൾക്ക് ശക്തി ആവശ്യമില്ല. ദൈവം പടിപടിയായി കൃപ നൽകുന്നു. നാളെക്കുറിച്ച് വിഷമിക്കേണ്ട. ഓരോ ദിവസത്തിനും അതിൻ്റെതായ കൃപയുണ്ട്. വരണ്ട കാലങ്ങളിൽ പോലും അവൻ നിങ്ങളെ പച്ച പുൽപ്പുറങ്ങളിലേക്ക് നയിക്കും. അവൻ നിങ്ങളെ നിശ്ചഞ്ചലമായ വെള്ളത്തിനരികിലേക്ക് കൊണ്ടുപോകും. ദൈവത്തിന്റെ പ്രിയ മകനെ, മകളെ, നിങ്ങളുടെ യാത്രയുടെ ഓരോ ചുവടും കർത്താവ് നയിക്കുന്നു. അവനിൽ വിശ്വസിക്കുക. അവൻ നിങ്ങളെ സുരക്ഷിതമായി നയിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനം 143:10 നിന്റെ ഇഷ്ടം ചെയ്യാൻ എന്നെ പഠിപ്പിക്കണമേ. നിന്റെ ആത്മാവ് നല്ലതാണ്. എന്നെ നേരുള്ള ദേശത്ത് നടത്തണമേ. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 1 ദിനവൃത്താന്തം 7, 8, 9 അധ്യായങ്ങൾ. വൈകുന്നേരം യോഹന്നാൻ 6 22 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.